നമസ്കാരം. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും ഇൻഡെക്സ് പുതിയ 52 വീക്ക് ഹൈയിലേക്ക് എത്തിയതിനു ശേഷം 1.23% ഉയർന്ന് 21,182 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. സെക്ടോറിയൽ ഇൻഡിസസ് പരിശോധിച്ചാൽ ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത് നിഫ്റ്റി ഐ ടി ആണ്. നിഫ്റ്റി ഐ ടി 3.50% ഉയർന്നു. ബാങ്ക് നിഫ്റ്റി 1.36%, നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 0.62% ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകി. മാർക്കറ്റിൽ ഇന്ന് റാലി വന്നതിൻ്റെ പിന്നിലെ പ്രധാന കാരണം ഫെഡ് റിസർവിൻ്റെ ഡോവിഷ് കമൻട്രിയും അമേരിക്കയുടെ 10 വർഷത്തെ ബോണ്ട് ഈൽഡിലുണ്ടായ ഇടിവുമാണ്. അമേരിക്കയുടെ 10 വർഷത്തെ ബോണ്ട് ഈൽഡ് ഇന്ന് 2% താഴെയായി, അതായത് ഇന്ന് 2%-ലേറെ ഇടിഞ്ഞു. അതോടൊപ്പം തന്നെ ഗ്ലോബലി ക്രൂഡിൻ്റെ വില കുറയുന്നതും ഇന്ത്യൻ മാർക്കറ്റിന് അനുകൂലമായ ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ മാർക്കറ്റ് ഓരോ ദിവസവും ഫ്രഷ് ഹൈ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി വരും ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. 2024 ജനുവരി മാസത്തോടുകൂടി ഇൻഡെക്സിൻ്റെ റീജിക്ക് അല്ലെങ്കിൽ റിവിഷൻ വരികയാണ്. ഇപ്പോൾ നിലവിൽ ഇൻഡെക്സിലുള്ള പല സ്റ്റോക്കുകളും ഇൻഡെക്സിൽ നിന്നും പുറത്തു പോകാനും പുറത്തുള്ള പല സ്റ്റോക്കുകളും ഇൻഡെക്സിൽ സ്ഥാനം പിടിക്കാനും സാധ്യതയുണ്ട്. നവോമയുടെ റിപ്പോർട്ട് പ്രകാരം UPL എന്ന കമ്പനി നിഫ്റ്റി 50 എന്ന ഇൻഡെക്സിൽ നിന്നും പുറത്തു പോകും. ഇവിടെ UPLന് പകരം ശ്രീറാം ഫിനാൻസ് ആയിരിക്കും ഇൻഡെക്സിലേക്ക് വരിക. ശ്രീറാം ഫിനാൻസ് നിഫ്റ്റി 50 ഇൻഡെക്സിലേക്ക് വരുന്നതോടുകൂടി $217 മില്യൺ ഫണ്ട് ഇൻഫ്ലോയാണ് ഉണ്ടാകുന്നത്. നിഫ്റ്റി നെക്സ്റ്റ് 50 എന്ന ഇൻഡെക്സിൽ ജിയോ ഫിനാൻഷ്യൽ സർവീസ്, IRFC, PFC, പോളിഗ്യാപ്പ്, അദാനി പവർ, REC ലിമിറ്റഡ്, ലോധ, HDFC എന്നീ കമ്പനികൾ സ്ഥാനം പിടിക്കും എന്നാണ് നവോമയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിൽ ചില കമ്പനികൾ സ്ഥാനം പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. ജിയോ ഫിനാൻഷ്യൽ സർവീസ് നിഫ്റ്റി നെക്സ്റ്റ് 50ലേക്ക് എത്തിയാൽ ഏകദേശം $66 മില്യൺ ഫണ്ട് ഇൻഫ്ലോ ഉണ്ടാകും. IRFCക്ക് $15 മില്യൺ, PFCക്ക് $45 മില്യൺ, പോളിക്യാബിന് $20 മില്യൺ, അദാനി പവറിന് $33 മില്യൺ, REC ലിമിറ്റഡിന് $40 മില്യൺ, ലോധയ്ക്ക് $20 മില്യൺ, HDFC AMCക്ക് $24 മില്യൺ ഫണ്ട് ഇൻഫ്ലോ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതുകൂടാതെ ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സിൽ ബന്ധൻ ബാങ്കിന് പകരം കാനറ ബാങ്ക് കടന്നു വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇനി ഏതൊക്കെ സ്റ്റോക്കുകളിൽ നിന്നും ഫണ്ട് ഔട്ട്ഫ്ലോ അല്ലെങ്കിൽ ഇൻഡെക്സിൽ നിന്നും പുറത്തു പോകും എന്ന ഫാക്റ്റ് പരിശോധിക്കാം. ആദ്യം നിഫ്റ്റി 50യിൽ നിന്നും UPL പുറത്തു പോകും. ഏകദേശം $114 മില്യൺ ഫണ്ട് ഔട്ട്ഫ്ലോ ആണ് UPLൽ വരാനിരിക്കുന്നത്. അദാനി വിൽമാർ എന്ന കമ്പനിയും പുറത്തു പോകാനുള്ള സാധ്യത കൂടുതലാണ്. $4 മില്യൺ ഫണ്ട് ഔട്ട്ഫ്ലോ അദാനി വിൽമാർ എന്ന കമ്പനിയിലുണ്ടാകും. മുത്തൂറ്റ് ഫിന്നും നിഫ്റ്റി നെക്സ്റ്റ് 50യിൽ നിന്നും പുറത്തു പോയേക്കാം. $14 മില്യൺ ഫണ്ട് ഔട്ട്ഫ്ലോ ആണ് വരുന്നത്. P&G നിഫ്റ്റി നെക്സ്റ്റ് 50യിൽ നിന്ന് പുറത്തു പോയാൽ $14 ബില്യൺ ഫണ്ട് ഔട്ട്ഫ്ലോ ഉണ്ടാകും. ബജാജ് ഹോൾഡിംഗ് പുറത്തു പോകുമ്പോൾ $30 ബില്യൺ, കോൽപാൽ പുറത്തു പോകുമ്പോൾ $26 ബില്യൺ, ബോഷ് പുറത്തു പോകുമ്പോൾ $16 മില്യൺ, സൈഡസ് ലൈഫ് പുറത്തു പോകുമ്പോൾ $14 മില്യൺ ഫണ്ട് ഔട്ട്ഫ്ലോ ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ ഫണ്ട് ഇൻഫ്ലോ, ഫണ്ട് ഔട്ട്ഫ്ലോ പോയിൻ്റ് ഓഫ് വ്യൂ നമ്മൾക്ക് ഈ സ്റ്റോക്കുകളെ ശ്രദ്ധിക്കാവുന്നതാണ്. ഇനി IT സെക്ടറിൽ ഇന്ന് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു സ്റ്റോക്കിനെ കുറിച്ച് സംസാരിക്കാം. ഇന്ന് ഓവറോൾ IT സെക്ടറിലെ ഒട്ടുമിക്ക കമ്പനികളും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. TCS 2% മുകളിലും ഇൻഫോസിസ് 3% മുകളിലും ക്ലോസിംഗ് നൽകി. HCL ടെക്കും ഏകദേശം 3% അടുത്തായിട്ടാണ് ഇന്ന് ക്ലോസിംഗ് നൽകിയത്. C&T ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് ഇന്ന് പുതിയ 52 വീക്ക് ഹൈയിലേക്ക് ഉയർന്നു. C&T ലിമിറ്റഡ് 4.5% ഉയരുകയും KPIT ടെക്നോളജി 1.5% ഉയരുകയും ചെയ്തു. ഇന്ന് IT സെക്ടറിലെ സ്റ്റോക്കുകളെല്ലാം മികച്ച പെർഫോമൻസ് നടത്തിയതിൻ്റെ പിന്നിലെ കാരണം 2024 റേറ്റ് കട്ട് വരുന്നതോടുകൂടി സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കൂടുതൽ ഫണ്ട് ഇൻഫ്ലോ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് ആൾറെഡി ഡെപ്റ്റ് മാർക്കറ്റിലും ബോണ്ട് പോലുള്ള സെക്യൂരിറ്റി ഇൻസ്ട്രുമെൻറ്റിലും ഇൻവെസ്റ്റ് ചെയ്തവർ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നതോടുകൂടി ഉയർന്ന റിട്ടേൺ ലഭിക്കുന്നതിന് വേണ്ടി സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരും. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഉയർന്ന റിട്ടേൺ ലഭിക്കുന്നതിന് വേണ്ടി സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരും. അതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റാർട്ടപ്പ് സെക്ടറിലെ കമ്പനികളിലും അതുപോലെ തന്നെ IT കമ്പനികളിലും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരികയും ഈ സെക്ടറിലെ സ്റ്റോക്കുകളെല്ലാം പെർഫോം ചെയ്തു തുടങ്ങുകയും ചെയ്യും. ഇന്ന് IT സെക്ടറിൽ നിന്നും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു സ്റ്റോക്കാണ് HCL ടെക്ക്. HCL ടെക്ക് അതിൻ്റെ പ്രൊഡക്റ്റുകൾ ഡെലിവർ ചെയ്യുന്നതിന് വേണ്ടി റൊമാനിയയിൽ ഒരു ഗ്ലോബൽ ഡെലിവറി സെൻറ്റർ ഓപ്പൺ ചെയ്തു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. HCL ടെക് ഡിജിറ്റൽ എഞ്ചിനീയറിംഗ്, ക്ലൗഡ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ്. ഈ പ്രൊഡക്റ്റുകൾ ഡെലിവർ ചെയ്യുന്നതിന് വേണ്ടിയാണ്
റൊമാനിയയിൽ ഒരു ഗ്ലോബൽ ഡെലിവറി സെൻറ്റർ ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് HCL ടെക് എന്ന സ്റ്റോക്ക് 52 വീക്ക് ഹൈക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. സ്റ്റോക്ക് 52 വീക്ക് ഹൈക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നത് കൊണ്ട് സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ ചാർട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്